നാളുകൾ വ്യത്യാസമില്ലാതെ നായ്ക്കൾ കുരച്ചുകൊണ്ടേയിരിക്കും. ഒന്നും രണ്ടുമല്ല, 80-ലധികം നായ്ക്കളുണ്ട് ഈ വീട്ടിൽ. താമസിക്കുന്ന വീട്ടിലും തൊട്ടടുത്തുള്ള ഷെഡിലുമടക്കം നായ്ക്കളെ വളർത്തുന്നുണ്ട്. കോഴഞ്ചേരി സ്വദേശിനിയായ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച സന്ധ്യയും മകനുമാണ് നായ്ക്കൾക്കൊപ്പം താമസിക്കുന്നത്. വാടകയ്ക്ക് വീടെടുത്ത് നായ്ക്കളെ പാർപ്പിച്ചു തുടങ്ങിയതു മുതൽ നാറിയിട്ട് നാട്ടുകാർക്ക് വഴി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. സ്മെല്ലെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ സ്മെല്ലാണ്. കാറ്റടിക്കുമ്പോഴോ ചുറ്റുവട്ടത്തുള്ള മറ്റു വീടുകളിലേക്ക് സ്മെല്ല് നല്ലപോലെ വരുന്നുണ്ട്. പട്ടികളെ വളർത്തുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അതിനെ കുളിപ്പിക്കുകയും അതിന് വൃത്തിയായിട്ട് ഭക്ഷണം കൊടുക്കുകയും അതിൻ്റെ മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അതൊന്നും ഇവിടെ നടപ്പിലാവുന്നില്ലെന്നുള്ളതാണ്. അത് അവിടെ തന്നെ തൂറുകയും പെടുക്കുകയും എല്ലാം ചെയ്യുന്ന അവിടെ തന്നെയാണ്. ഇത്ര വൃത്തിഹീനമായ അവസ്ഥയിൽ നിന്നും ഇതിനെ മാറ്റി മറ്റെവിടെങ്കിലും കൊണ്ടുപോകണമെന്നുള്ളതാണ് നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുൻപ് പരാതി ഉയർന്നതോടെ പഞ്ചായത്ത് ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. മാർച്ച് 1 മുൻപ് സ്ഥലം ഒഴിയണമെന്നതായിരുന്നു നിർദ്ദേശം. എന്നാൽ കേന്ദ്ര നടത്തിപ്പുകാർ കുലുങ്ങിയില്ല. ഈ മാസം 20 ഒഴിയണമെന്നത് പഞ്ചായത്തിന്റെ അന്ത്യശാസനമത്രേ. ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം മുരളീധരന്റേതാണ് വീട്. അദ്ദേഹത്തിന്റെ മരണശേഷം മകനാണ് ഇവർക്ക് വീട് വാടകയ്ക്ക് നൽകിയത്. അതേസമയം നായകൾക്ക് വിഷം നൽകി ആത്മഹത്യ ചെയ്യുമെന്ന് നടത്തിപ്പുകാരി സന്ധ്യ പറഞ്ഞതായി ആക്ഷേപങ്ങളുമുണ്ട്. എന്തായാലും പഞ്ചായത്ത് നോട്ടീസിൽ 20 വരെ കാത്തിരിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.